നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബാപ്കോ റിഫൈനിംഗ് കമ്പനിയിലുണ്ടായ അപകടത്തിൽ ഖേദം പ്രകടിപ്പിച്ച മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധിയും ബാപ്കോ എനർജി ചെയർമാനുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 പേർ മരിക്കുകയും ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയുമാണ്. ബാപ്കോ ജീവനക്കാരായ ബഹ്റിനി സ്വദേശി മുഹമ്മദ് ഷഹാബി, സെർബിയൻ സ്വദേശി ഡെജാൻ കൊക്ക എന്നിവരാണ് സംഭവത്തിൽ മരിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങളെ ഷെയ്ഖ് നാസർ അനുശോചനം അറിയിക്കുകയും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനുള്ള ബാപ്കോയുടെ പ്രതിബദ്ധതയും ഷെയ്ഖ് നാസർ അറിയിച്ചു. ബഹ്റിൻ ഇന്ത്യൻ എംബസി മെയ് 2 വെള്ളിയാഴ്ച ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി 1 നിമിഷം മൌനം ആചരിച്ചാണ് ആരംഭിച്ചത്. തുടർന്ന് കഴിഞ്ഞ ഓപ്പൺ ഹൌസിൽ ഉന്നയിച്ച കേസുകളെക്കുറിച്ചും ബഹ്റിനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ നാട്ടിലെത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. എംബസി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം വനിതാ ജയിലും ജൌ ജയിലും സന്ദർശിച്ചെന്നും വനിതാ ജയിലിലെ തടവുകാർക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് വഴി സപ്പോർട്ട് കിറ്റുകൾ വിതരണം ചെയ്തതായും എംബസി അധികൃതർ അറിയിച്ചു. കോൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ച ബഹ്റിൻ തൊഴിൽ മന്ത്രാലയം, LMRA, എമിഗ്രേഷൻ അധികാരികൾ തുടങ്ങിയവയുൾപ്പെടെയുള്ള ബഹ്റിൻ അധികാരികൾക്ക് ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് നന്ദി രേഖപ്പെടുത്തി. ഹോപ്പ് ബഹ്റൈൻ 10ാം വാർഷികം മെയ് 16 വൈകുന്നേരം 7 മണി മുതൽ 11 മണി വരെ ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിക്കും. പരിപാടിയിൽ മുഖ്യ അതിഥിയായി അഷറഫ് താമരശ്ശേരി പങ്കെടുക്കും. കൂടാതെ ഹോപ്പ് സ്ഥാപകരിൽ ഒരാളായ ചന്ദ്രൻ തിക്കുടിയും പങ്കെടുക്കും. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ചെറുവിവരണമടങ്ങിയ ഹോപ്പ് സുവനീർ പ്രകാശനം പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ ലൈവ് മ്യൂസിക്കൽ ഷോയും മുഖ്യ ആകർഷണമാകും. കൂടാതെ ബഹ്റിനിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആകർഷകങ്ങളായ മറ്റ് നിരവധി കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 31-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രോഗ്രാം കൺവീനറായി ഹോപ്പ് പ്രസിഡന്റ് ഷിബു പത്തനംതിട്ടയും പ്രോഗ്രാം കോർഡിനേറ്ററായി ബോബി പുളിമുട്ടിലും പ്രവർത്തിക്കും. മെയ് ദിനത്തോടനുബന്ധിച്ച് കുടുംബ സൗഹൃദ വേദിയുടെ ചാരിറ്റി വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സിത്രയിലെ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കൊപ്പം മെയ് ദിനം ആഘോഷിക്കുകയും ഭക്ഷണ വിതരണം സംഘടിപ്പിക്കുകയും ചെയ്തു. അജിത് കണ്ണൂർ, സയ്യിദ് ഹനീഫ, മോനി ഒടിക്കണ്ടത്തിൽ, അൻവർ നിലമ്പൂർ, ഗോപാലൻ, മണിക്കുട്ടൻ, നൌഷാദ് മഞ്ഞപ്പാറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബഹ്റിനിലെ പ്രമുഖ സാമൂഹ്യ സംഘടനയായ പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ 3ാം വാർഷികം ആഘോഷിച്ചു. ഏപ്രിൽ 30 കിംസ് ഹെൽത്ത് ഉമ്മലസം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ബഹ്റിനിലെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നയതന്ത്ര വിദഗ്ധരും ഗവൺമെന്റ് അധികൃതരും പങ്കെടുത്തു. പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന LMRA, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, നാഷണാലിറ്റി ആൻഡ് പാസ്പോർട്ട് റെഗുലേറ്ററി അതോറിറ്റി, ഗവൺമെന്റ് ആശുപത്രികൾ, കിംസ് ഹെൽത്ത് എന്നീ സ്ഥാപനങ്ങൾ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ഡോക്ടർ റിതിൻ രാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് അധ്യക്ഷത വഹിച്ചു. ബഹ്റിൻ നവകേരള ഈ വർഷത്തെ തൊഴിലാളി ദിനം ബുർഹാമയിലുള്ള സിയാൻ ഗ്യാരേജ് കമ്പനി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് സമുചിതമായി ആഘോഷിച്ചു. ബഹ്റിനിലെ പ്രശസ്ത സാഹിത്യകാരിയും നിരവധി പുസ്തക രചയിതാവുമായ ശബനി വാസുദേവ് മെയ് ദിന സന്ദേശം നൽകി. കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മുതലയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലോക കേരള സഭാ അംഗം ജേക്കബ് മാത്യു, നവകേരള ജനറൽ സെക്രട്ടറി AK സുഹൈൽ, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ മേൽപ്പത്തൂർ, SV ബഷീർ, കമ്പനി പ്രതിനിധി ഗോപകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മാണിയത്ത് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രഞ്ജിത്ത് K നന്ദിയും രേഖപ്പെടുത്തി. കോർഡിനേഷൻ കമ്മിറ്റി അംഗം രാജ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായി വിവിധ വിനോദ വിജ്ഞാന പരിപാടികൾ നടത്തുകയും ചെയ്ത പരിപാടി സ്നേഹവിരുന്നോടുകൂടിയാണ് സമാപിച്ചത്. IYCC ബഹ്റിൻ യൂത്ത് ഫെസ്റ്റിന്റെ ഈ വർഷത്തെ പരിപാടി ജൂണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി യൂത്ത് ഫെസ്റ്റ് 2025 IYCC ബഹ്റിൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സൽമാനിയ കലവറ റെസ്റ്റോറന്റ് ഹാളിലാണ് യോഗം ചേർന്നത്. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി രാജേഷ് പന്മന സ്വാഗതം ആശംസിച്ചു. ട്രഷറർ ബെൻസി ഗനിയൂഡ് നന്ദി പറഞ്ഞ പരിപാടിയിൽ യൂത്ത് ഫെസ്റ്റ് ഭാരവാഹികളായ ജനറൽ കൺവീനർ ജിതിൻ പരിയാരം, ഫൈനാൻസ് കൺവീനർ അൻസാർ താഴെ, പ്രോഗ്രാം കൺവീനർ ഫാസിൽ വട്ടോളി, മാഗസിൻ എഡിറ്റർ ജയഫർ അലി ലങ്ങര, റിസപ്ഷൻ കൺവീനർ നിധീഷ് ചന്ദ്രൻ, പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവർ വിവിധ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ സംസാരിക്കുകയും മുൻ ദേശീയ പ്രസിഡന്റുമാരായ വിൻസു കുത്തപ്പള്ളി, ബേസിൽ നെല്ലിമറ്റം, അനസ് റഹീം എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു.
ലോക തൊഴിലാളി ദിനത്തിൽ ടീം സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. തൊഴിലാളി ദിനമായ മെയ് 1 രാവിലെ 10 മണി മുതൽ ഡ്രാഗൺ സിറ്റി, ദിയ മുഹറക്, ബുസൈത്തീൻ എന്നീ ഏരിയകളിലെ 100ഓളം വരുന്ന ബലദിയ ശുചീകരണ തൊഴിലാളികൾക്ക് ബുസൈത്തീൻ യൂണിറ്റിലാണ് സ്നേഹവിരുന്ന് ഒരുക്കിയത്. മധുര പലഹാരങ്ങളും കുസൃതി ചോദ്യങ്ങളിലൂടെ സമ്മാനങ്ങളും നൽകിയാണ് മെയ് ദിനാഘോഷം ടീം സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നുവെന്ന് മീഡിയ കൺവീനർ എബിമോൻ അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലം പ്രവാസി അസോസിയേഷൻ ലോക തൊഴിലാളി ദിനം കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു. KPA സ്നേഹസ്പർശം 17ാമത് രക്തദാന ക്യാമ്പ് വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ ജുർദാബിൽ വനിതാ തൊഴിലാളികളോടൊപ്പവും ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവാൻ ഫൈബർ ഗ്ലാസ് ഫാക്ടറി തൊഴിലാളികളോടൊപ്പവും വിവിധ പരിപാടികളോടെ അതിവിപുലമായ രീതിയിലാണ് തൊഴിലാളി ദിനം കൊല്ലം പ്രവാസി അസോസിയേഷൻ ആഘോഷിച്ചത്. ക്യാമ്പിൽ 60-ൽ പരം പ്രവാസികളാണ് രക്തദാനം നടത്തിയത്. ക്യാമ്പ് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമളിൽ ഉദ്ഘാടനം ചെയ്തു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലഡ് ഡൊണേഷൻ കൺവീനർ VM പ്രമോദ് സ്വാഗതവും KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, ട്രഷറർ മനോജ് ജമാൽ, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടാഴി, KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ നേരുകയും ചെയ്തു. ബ്ലഡ് ഡൊണേഷൻ കൺവീനർ നവാസ് കരുനാഗപ്പള്ളി നന്ദി രേഖപ്പെടുത്തി. KPA സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി, പ്രവാസി ശ്രീ അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ ജോർദാബിൽ 100-ലധികം വനിതാ തൊഴിലാളികൾ മാത്രമുള്ള ക്യാമ്പിൽ ലോക തൊഴിലാളി ദിനം ആഘോഷിച്ചു. ഭക്ഷണ വിതരണവും നടത്തി. KPA സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പ്രവാസി ശ്രീ കോർഡിനേറ്റർ കിഷോർ കുമാർ, രഞ്ജിത്താർ പിള്ളை, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡുകളായ പ്രദീപ അനിൽ, ഷാമില ഇസ്മായിൽ, സുമി ഷമീർ, ഷാനി നിസാർ, കാജൽ നവീൻ എന്നിവർ ആശംസകൾ നേർന്നു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റിൻ സർവാൻ ഫൈബർ ഗ്ലാസ് ഫാക്ടറി തൊഴിലാളികളോടൊപ്പം നടന്ന മെയ്ദിന പരിപാടി KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ്, ട്രഷറർ മനോജ് ജമാൽ, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടാഴി, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് VM, ലിനീഷ് പി ആചാരി, ഏരിയ കോർഡിനേറ്റർ പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ഏരിയ സെക്രട്ടറി റാഫി പറവൂർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് തൊഴിലാളികൾക്ക് മധുര വിതരണവും നടത്തിയിരുന്നു. ബഹ്റിനിൽ നടന്ന ബഹ്റിൻ കേരള ഡിസ്ട്രിക്ട് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ക്രിക്കറ്റ് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ BMDF ഫസ്റ്റ് റണ്ണറപ്പായി വിജയിച്ചു. സെമിഫൈനൽ മത്സരത്തിൽ തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ടീം ഫൈനലിൽ ശക്തരായ തിരുവനന്തപുരത്തോട് ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ ക്യാപ്റ്റൻ ഷിഹാബ് വെളിയങ്കോട് നയിച്ച ടീമിൽ അസുറുദ്ദീൻ അക്കു വൈസ് ക്യാപ്റ്റൻ, അൻസാർ ടീം മാനേജർ, ബാസിൽ ടീം കോർഡിനേറ്റർ, റഹ്മാൻ ചോലക്കൽ, രഞ്ജിത്ത്, അലൂഫ് നൌഷാദ്, ഇർഫാത്ത്, സമദ്, റഹീൽ, ജിഷ്ണു, മുഹമ്മദ് ഷാഹിദ്, സുരാജ്, സാനു, ലത്തീഫ്, അക്ബർ, ഷെരീഫ്, മുബഷീർ, അൻസാർ എന്നിവരായിരുന്നു ടീം അംഗങ്ങൾ.
UAE-യിലെ തിരുവനന്തപുരം സ്വദേശികളായ പ്രവാസികൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രവാസി സംഘടനകൾക്ക് ഏകോപിത രൂപം നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രഥമ ആലോചനായോഗം ദുബായ് മദീന മാൾ ഫുഡ് കോർട്ട് ഹാളിൽ ഏപ്രിൽ 27 രാവിലെ 11 മണിക്ക് ചേർന്നു. ടെക്സാസ് പ്രസിഡന്റ് AR ഷാജി അധ്യക്ഷത വഹിച്ചു. VPSK സ്ഥാപക ചെയർമാൻ മനോഫർ ഇബ്രാഹിം നയരൂപീകരണം വിശദീകരിച്ചു. NRI കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ S. അഹമ്മദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ടെക്സാസ് സ്ഥാപകനും ഗ്ലോബൽ ചെയർമാനുമായ KK നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഭാരത് ന്യൂസ് ബുള്ളറ്റിൻ ദുബായ് പ്രതിനിധി പരശുവെക്കൽ അരുൺ, EPKA പ്രസിഡന്റ് സുഹൈൽ ദമദാർ, കലാറാണി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വിപുലമായ കൺവെൻഷൻ ഓഗസ്റ്റ് അവസാനം ദുബായിൽ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. നിക്ഷേപക സംഗമങ്ങളെക്കാൾ പദ്ധതിയുടെ വിജയത്തിന് കൂട്ടായ യത്നം നടത്തുകയായിരിക്കും ലക്ഷ്യമെന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത പ്രവാസി ബന്ധു അഹമ്മദ് ചൂണ്ടിക്കാട്ടി. കേരള തലസ്ഥാന നഗരിയെ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ഹബ്ബായി മാറ്റുന്നതിന് പ്രാമുഖ്യം നൽകാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും ഉദ്ഘാടനം ചെയ്ത് KK നാസർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.